പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കാര്യമായൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വോട്ടർ പട്ടികയിൽ നിന്നും അകാരണമായി ഒത്തിരി വോട്ടർമാരെ വെട്ടി ഒഴിവാക്കുന്നു എന്ന കാരണത്താൽ UDFന്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ യൂത്ത് ലീഗ് പ്രസിഡന്റ് എന്നിവർക്ക് നേരെ ജാമ്യമില്ലാ വകുപ്പ് ചാർത്തി കേസ് ചാർജ് ചെയ്തു എന്നൊക്കെ അറിയാൻ സാധിച്ചു. അതുമായി ബന്ധപ്പെട്ട് UDFന്റെ നേതൃത്വത്തിൽ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാനുള്ളത്. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് മുന്നിലായിട്ട് പോലീസ് ഈ മാർച്ചിനെ തടയുകയും അവിടെ പോലീസുമായി നടന്ന ഉന്തും തള്ളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് ലൈവായിട്ട് കാണാനുണ്ട്. അതിൻ്റെ ലൈവ് കാഴ്ചകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. അധികാരത്തെ മറയാക്കി വോട്ടർമാരെ വെട്ടി നിരത്തി CPM-ന് വേണ്ട വിധത്തിൽ പ്രിയമുള്ളവരെ, മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തും ലക്ഷ്യം വെച്ച് കൽപ്പകഞ്ചേരി അങ്ങാടിയിൽ നിന്നും ഈ പ്രതിഷേധ മാർച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇനി കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ ധാരാളം പോലീസുകാർ ഈ പ്രതിഷേധ മാർച്ചിനെ തടയാൻ വേണ്ടി പഞ്ചായത്തിന് മുമ്പിലായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് UDFന്റെ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വാഗ്വാദങ്ങളും ഗ്രാമപഞ്ചായത്തിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച UDF പ്രവർത്തകരെ പോലീസ് തടയുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥ അതിശക്തമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ലൈവ് കാഴ്ചകളൊക്കെ വരാനിരിക്കുന്ന കാഴ്ചകളിലൂടെ മാന്യപ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന് കാരണമായ ചില വിഷയങ്ങളൊക്കെ ഇതിന് മുമ്പായിട്ട് ഞാൻ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിരുന്നു. കാണാൻ താല്പര്യമുള്ളവർക്കായി ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുന്നു. കാണാൻ മറന്നു പോകേണ്ട. UDFന്റെ പ്രതിഷേധ മാർച്ചാണ് കടന്നു വരുന്നത്. പൗരാവകാശം ഹനിക്കപ്പെടുമ്പോൾ ചോദ്യം ചെയ്ത ജനസേവകരെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് പ്രതികരണത്തെ തടയാമെന്ന് ഏതെങ്കിലും അല്പന്മാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കേവലം വ്യാമോഹമാണെന്ന് തെളിയിച്ചുകൊണ്ടിതാ കൽപ്പകഞ്ചേരിയിലെ ചുണക്കുട്ടികൾ അണിയിച്ചൊരുക്കുന്ന കൽപ്പകഞ്ചേരിയിലെ UDFന്റെ നേതൃത്വത്തിൽ അരങ്ങേറുന്ന ഐതിഹാസികമായ പ്രതിഷേധ ധർണയാണ് ഈ വഴിത്താറിയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. നിങ്ങൾക്കുള്ളിലെ ചെങ്കൊടിയെ മനസ്സിൽ മോഹം തീർത്തുകൊണ്ടതാ നിങ്ങൾക്കുള്ളിലെ ചെങ്കൊടിയെ പുറത്തെടുത്ത് ജനമധ്യത്തിൽ പരസ്യമായി വിചാരണ ചെയ്യാൻ UDFന്റെ ഐതിഹാസികമായ പ്രതിഷേധ മാർച്ച് കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് മുൻപിലായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പഞ്ചായത്ത് കെട്ടിടത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച UDF പ്രവർത്തകരെ തടയുന്ന കാഴ്ചകളാണ്. പോലീസ് ഇവിടെ റെഡിയായി നിൽക്കുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ലൈവ് കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. ഓരോ പൗരന്റെയും അവകാശം. അധികാരത്തിന്റെ മൂടി പിടിച്ച് CPM-ന് വേണ്ട വിധത്തിൽ വോട്ടർ പട്ടിക വെട്ടിനിരത്താൻ പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് മാസപ്പടിയായി കിട്ടുന്ന ശമ്പളം CPM-ന്റെ ആലയിൽ നിന്നോ AKG സെന്ററിൽ നിന്നുമല്ലാന്ന് തിരിച്ചറിവുണ്ടാകണം. നാട്ടുകാരെ, പഞ്ചായത്തിലെ സെക്രട്ടറി CPM-ന്റെ ഏജന്റായി വോട്ടർ പട്ടിക വെട്ടിനിരത്തി രാഷ്ട്രീയം ചെയ്യുമ്പോൾ എന്റെ വോട്ടിന്റെ അവകാശം സെക്രട്ടറിക്ക് വെട്ടാനുള്ള അവകാശം എന്ന് ചോദ്യം ചെയ്തുകൊണ്ടാണ് CPM-ന്റെ രാഷ്ട്രീയത്തെ പഞ്ചായത്തിന്റെ ചേരിൽ നിന്ന് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന സെക്രട്ടറിക്ക് താക്കീത് നൽകിക്കൊണ്ട് UDF സംവിധാനത്തിന്റെ ആപാലവൃത്തം ജനങ്ങളും അണിയിച്ചൊരുക്കുന്ന ഐതിഹാസികമായ പ്രതിഷേധ ധർമ്മയാണ് ഈ ധാരയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു. രാജ്യത്ത് പൗരാവകാശം പ്രതിഷേധ മാർച്ച് സിന്ദാബാദ്, പ്രതിഷേധ മാർച്ച് സിന്ദാബാദ്, പ്രതിഷേധം പ്രതിഷേധം, വോട്ടർമാരുടെ പ്രതിഷേധം, നാട്ടുകാരെ വോട്ടർമാരെ
നമ്മുടെ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള മാർച്ചല്ല, ഇത് ധർണയാണ്, ഇത് സൂചനാ സമരമാണ്. അതുകൊണ്ട് മറ്റു സമര പരിപാടിയിലേക്ക് നീങ്ങേണ്ടത്. അതുകൊണ്ട് നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ധർണാ സമരം തുടങ്ങുന്നതാണ്. UDF സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്. അധികാരത്തിൽ പേര് പറഞ്ഞ്, അധികാരത്തിൽ പേര് പറഞ്ഞ് സംഘി സഖാക്കളെ കൂടെ കൂടി, സംഘി സഖാക്കളെ കൂടെ കൂടി ഞങ്ങൾ പ്രിയരം നേതാക്കളെ ഞങ്ങൾ കാത്തു നിൽക്കും. ജൂദാസുകളെ കേട്ടോളൂ, ജൂദാസുകളെ കേട്ടോളൂ, കണ്ണു തുറന്ന് കണ്ടോളൂ, കണ്ണു തുറന്ന് കണ്ടോളൂ. ഈ മണ്ണിൽ ഞങ്ങളെ നേരെ പോരാടിക്കാൻ ധൈര്യമുണ്ടോ? ചതിയും കള്ളവും ഇല്ലാതെ വളർത്തുന്ന പോർക്കളത്തിൽ പോരടിക്കാൻ ധൈര്യമുണ്ടോ? അംഗത്തട്ടി നിരത്തി പരാതിക്കാരെ ജയിലിലടച്ച് സുഖമായി ഇവിടെ വാഴാമെന്ന് ആരും സ്വപ്നം കാണും. ഈ സമരം സൂചന മാത്രം, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ കോലം മാറും, കോലം മാറും, ഗതി മാറും. UDF സിന്ദാബാദ്. നിങ്ങൾ നൽകി ഉദ്യോഗസ്ഥരെ പാട്ടിലാക്കി വോട്ടർ പട്ടിക വെട്ടി നിരത്തി കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ ഒന്ന് പറഞ്ഞേക്കാം, കാതുണ്ടെങ്കിൽ കേട്ടോളൂ. ഈ മണ്ണ് ഞങ്ങൾ മണ്ണാം. UDF കുത്തകയാ, കുത്തക മാറ്റി മറിയ സിന്ദാബാദ്. ചോദിച്ച് സെക്രട്ടറി ഒന്ന് മനസ്സിലാക്കുന്നതെന്ന്, കൽപ്പകഞ്ചേരി അത്ര പെട്ടെന്നൊന്നും വശമതമാകുന്ന ഒരു പഞ്ചായത്തല്ല. അത് ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയാൽ അത് നോക്കി നിൽക്കുന്ന UDF പ്രവർത്തകരല്ല കൽപ്പകഞ്ചേരിയിലുള്ളത്. അതുകൊണ്ട് സെക്രട്ടറി ഇതൊരു താക്കീതാണ് എന്ന മുന്നറിയിപ്പ് മാത്രമാണ് സെക്രട്ടറിക്ക് ഞങ്ങൾ നൽകുന്നത്. ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അത്രമന്നത്ത് അലി സാഹിബ് അവർകളാണ്.